മുസ്ലിം സംഘടനകളെയും സ്ഥാപനങ്ങളെയും നിരന്തരം സംശയത്തിന്റെ നിഴലിൽ നിർത്തി ആക്രമിക്കുന്നത് ദൈനംദിന ഇസ്ലാമോഫോബിയയുടെ കേരള അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു ബന്ധമില്ലെങ്കിലും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മൗദൂദി ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം നിരന്തരമായി ആരോപിക്കപ്പെടുന്നത്. CPM-ഉം അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനയും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവരാണ്. മറ്റൊരു ആരോപണം വന്നത് സംഘപരിവാറിൽ നിന്നാണ്. കേരളത്തിൽ പുതുതായി തുടങ്ങിയ മോണ്ടിസോറി സ്കൂളുകൾക്ക് പിന്നിലും ജിമ്മ്, അക്യുപഞ്ചർ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് കീഴിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്നും അവർ രഹസ്യയോഗം ചേരാറുണ്ട് എന്നും BJP കേന്ദ്രങ്ങൾ ആരോപണം ഉന്നയിച്ചു. ഇടുക്കി തൊടുപുഴ അഗ്നിശമന കേന്ദ്രത്തിന്റെ മെസ്സിൽ ബീഫും പന്നിയിറച്ചിയും വിലക്കിയത് ഇസ്ലാമിസ്റ്റുകളുടെ നിർബന്ധം കൊണ്ടാണെന്നും സംഘപരിവാർ കേന്ദ്രങ്ങൾ ആരോപണം ഉന്നയിച്ചു. നോവലിസ്റ്റായ അഭിലാഷ് മേലേത്തിൽ അരുന്ധതി റോയിയുടെ കേരള രാഷ്ട്രീയത്തെ പറ്റിയുള്ള നിലപാടുകൾ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സ്വാധീന ഫലമായി ഉണ്ടായതാണ് എന്നാണ് ആരോപിച്ചത്. ബാബരി മസ്ജിദ് പ്രശ്നം വൈകാരികമായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ചർച്ചകൾ കൈയടക്കാൻ അവസരമുണ്ടാക്കിയതെന്നും അഭിലാഷ് ഫേസ്ബുക്കിൽ എഴുതുന്നു. സ്വർണവും മയക്കുമരുന്നും കണ്ടെത്തുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ ഒരു മുന്നണിയെ ഇപ്പോൾ താങ്ങി നിർത്തുന്നതെന്നും അഭിലാഷ് പറയുന്നുണ്ട്. ഷാഫി പറമ്പിൽ MPയുടെ കൂടെ പ്രാദേശിക മുസ്ലിം നേതാവായ VV ഷഫീഖ് എന്നയാളുടെ ചിത്രം വിദ്വേഷ പ്രചാരണത്തിനായി ഇടതുപക്ഷ ഹാൻഡിലുകളും സംഘപരിവാറും ഒരുപോലെ ഉപയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഷാഫിക്കെതിരെ കൂടി ഇടത് സംഘപരിവാർ അനുകൂലികൾ പ്രതിഷേധിച്ചിരുന്നു. താടിയും തൊപ്പിയും ധരിച്ച ഷഫീഖ് മൗലവിക്കെതിരെ ഗോത്ര തീവ്രവാദി, താലിബാനി അടക്കമുള്ള വംശീയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഷാഫി പറമ്പിലിനെതിരെ നേരത്തെയും ഇത്തരം വംശീയ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ടയുമായി നടക്കുന്ന ആളാണ് ഷാഫി പറമ്പിലെന്നും VD സതീശന് മുകളിലും മുസ്ലിം അദൃശ്യ കരങ്ങളുണ്ട് എന്ന തരത്തിലുമുള്ള ആഖ്യാനങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായി. ഇത്തരുണത്തിൽ എന്തിനു പിന്നിലും മുസ്ലിം അദൃശ്യകരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന വംശീയ ആഖ്യാനങ്ങൾ കേരളത്തിലെ ഇസ്ലാമോഫോബിക് പ്രയോഗങ്ങളിൽ പ്രബലമാണ്. മുസ്ലിങ്ങളെ വിമർശിച്ചാൽ ഇസ്ലാമോഫോബിയ ആരോപണം ഉന്നയിക്കുന്നു എന്ന വാദമാണ് ഉയരുന്നത്. ഇസ്ലാമോഫോബിയ, കരച്ചിൽ തുടങ്ങിയ പുതിയ പദാവലികളും വിദ്വേഷ പ്രചാരകരുടെ സാമൂഹിക മാധ്യമ ഭാഷയിൽ ധാരാളമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്.